സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ്. കേരളത്തിലെ പോലീസ് സേന എന്ന് പറയുന്നത് ഇന്ത്യക്കും ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടാണ് സർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് ഏറ്റവും നല്ല രീതിയിൽ പോലീസ് സേനയെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. എല്ലാ രീതിയിലും കഴിഞ്ഞ UDF സർക്കാരിൻ്റെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ എന്തായിരുന്നു ആ കാലം എന്നുള്ളത് വല്ലാത്തൊരു പേടിയോടെയാണ് സർ നമ്മളത് ഓർമ്മിക്കുന്നത് എന്നുള്ളതാണ്. സർ, നമുക്ക് ഓർമ്മയില്ലേ, ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിന് ഉദാഹരണത്തിന് വാളയാർ ദാരുണ മരണത്തിൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, മുതലെടുക്കുകയായിരുന്നു സർ അത്. വാളയാർ മരണം, ആ ദാരുണ മരണത്തിൽ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഞെട്ടി വിറച്ചിട്ടുള്ള ഒരു സമയമായിരുന്നു സർ. പക്ഷേ നമ്മുടെ ഈ പോലീസ് ആഭ്യന്തര വകുപ്പ് ഏറ്റവും നല്ല രീതിയിലേക്കാണ് സർ അതിൻ്റെ അന്വേഷണം നടത്തിയിട്ടുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും നടത്തിയിട്ടുള്ളത്. എന്നാൽ UDF എന്തായിരുന്നു സർ ചെയ്തിട്ടുള്ളത്? UDF അത് മുതലെടുപ്പ് നടത്തി ആഘോഷിക്കുകയായിരുന്നു സർ. എന്തൊക്കെയായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിക്ക് നേരെ ആഞ്ഞടിച്ചിട്ടുള്ളത്? വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിലായിരുന്നു. CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ഈ സഭയിലുള്ള വനിതാ അംഗമടക്കം ഓരോ മുക്കിലും മൂലയിലും പോയിട്ട് പ്രസംഗിച്ചത് നമുക്ക് ഓർമ്മയുണ്ട് സർ. വാളയാർ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ആരെയൊക്കെ മറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ ആരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഭ്യന്തര മന്ത്രി ഇതാ ശ്രമിക്കുന്നു, ആഭ്യന്തര വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. CPMകാർ ഇതിൻ്റെ അകത്തുണ്ട്, ഇതിൽ കുറ്റവാളികളാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സർ. CBI അന്വേഷിച്ചു. എല്ലാ അന്വേഷണത്തിനും അതിന് ഉത്തരവിട്ടു, അന്വേഷിച്ചു. CBI എത്തിയത് എവിടെയായിരുന്നു സർ? ഇതിലുള്ള പ്രധാന ക്രിമിനലുകളിൽ ഇതിന് കുറ്റവാളികളിൽ ഒരാളായിരുന്നു ഈ മരണപ്പെട്ട കുട്ടിയുടെ അമ്മ എന്നായിരുന്നു സർ. സർ, ഈ അമ്മക്ക് സപ്പോർട്ടായിട്ട് എന്തൊരു പ്രസംഗമായിരുന്നു! മൊട്ടയടിപ്പിച്ചു സർ, ആ അമ്മയെ മൊട്ടയടിപ്പിച്ചു. ധർമ്മടത്തെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് മത്സരിക്കാൻ കൊണ്ടുപോയി സർ. മറക്കരുത് സർ, ഇതൊന്നും മറന്നു പോവില്ല. മൊട്ടയടിപ്പിച്ചു, സഹതാപം നേടി, നാട്ടുകാരുടെ ജനങ്ങളുടെ സഹതാപം നേടാൻ മൊട്ടയടിപ്പിച്ചു. ധർമ്മടത്ത് കൊണ്ടുപോയിട്ട് മത്സരിപ്പിച്ചു. ആരെയായിരുന്നു സർ ഈ സംരക്ഷിച്ചിട്ടുള്ളത്? സർ, UDFും ഇതേപോലെ MLAമാരും പറയുന്നത് കള്ളമാണ് എന്നുള്ളതും പച്ച നുണയാണ് എന്നുള്ളതും നമുക്ക് തെളിഞ്ഞിട്ടുള്ളതാണ്. മുതലെടുപ്പ് നടത്തിയിട്ടുള്ളതാണ് സർ ഈ കാര്യത്തിൽ.